PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കൃത്യമായിട്ട് LP UP മാരത്തോൺ ഇൻ്റർവ്യൂ വീഡിയോസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ LP UPയുടെ ഇൻ്റർവ്യൂ ഈ ഒരു മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് കംപ്ലീറ്റ് കണ്ട് തീർത്ത് പഠിച്ചിട്ട് പോകുക കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ മാരത്തോൺ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസും കൃത്യമായിട്ട് കാണുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വിവിധ തരം മൂല്യനിർണ്ണയം, അപ്പോൾ നമ്മൾ അധ്യാപകരാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് മൂല്യനിർണ്ണയം, എങ്ങനെയാണൊരു മൂല്യനിർണ്ണയം നടത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ തരം മൂല്യനിർണ്ണയങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യത, അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. അതിന് ആ സൈക്കോളജി പോർഷൻസും കറണ്ട് അഫേഴ്സ് പോർഷൻസും അല്ലാതെ ഈ ഒരു കേരള ഗവൺമെൻറ് ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മിക്സർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഡെയിലി പത്രത്തെ ന്യൂസുകൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, കറണ്ട് അഫേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളൊരു അധ്യാപക ആകാൻ പോകുന്നൊരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ ഡെയിലി നമുക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി ന്യൂസ് കട്ടുകൾ, അതായത് ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ന്യൂസുകളും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ LP UPക്ക് സംബന്ധമായി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം വിവിധതരം മൂല്യനിർണ്ണയം. അപ്പോൾ രണ്ട് തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് സംരചനാ മൂല്യനിർണ്ണയം, മറ്റൊന്നെന്താണ് അത്യാന്തിക മൂല്യനിർണ്ണയം. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, അങ്ങനെ രണ്ട് രീതിയിലുള്ള മൂല്യനിർണ്ണയം, സംരചനാ മൂല്യനിർണ്ണയം, അത്യാന്തിക മൂല്യനിർണ്ണയം, അങ്ങനെ രണ്ട് തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് ഉള്ളത്. ഇനി എന്താണ് സംരചനാ മൂല്യനിർണ്ണയം, എന്താണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സംരചനാ മൂല്യനിർണ്ണയം, അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്നതാണ് എന്ത്, ഈ ഒരു സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയും. പ്രതിപുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീഡ്ബാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് നൽകുന്ന തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് ഏത്, സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. പോരായ്മകളെ അപ്പോൾ പരിഹരിക്കാവുന്ന മൂല്യനിർണ്ണയ രീതി. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉടനടി തന്നെ എന്താണ് ആ ഒരു പോരായ്മ പരിഹരിച്ച് പോകാനുള്ള മൂല്യനിർണ്ണയ രീതിയാണ് ഏത്, ഫോർമേറ്റീവ് വാല്യുവേഷൻ അല്ലെങ്കിൽ സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പഠിപ്പിച്ച ഭാഗത്ത് തന്നെ കുട്ടിയോട് വേഗം തന്നെ അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു, ഇപ്പോൾ ടീച്ചർ എന്താണ് പറഞ്ഞത് അതൊന്നും പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് അപ്പോൾ സിറ്റുവേഷനിൽ കൊടുക്കുന്ന രീതിയിലുള്ളൊരു മൂല്യനിർണ്ണയമാണ് ഏത്, ഈ ഒരു സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായി നടക്കുന്ന മൂല്യനിർണ്ണയമാണ്, പോരായ്മകളെ അപ്പോൾ പരിഹരിക്കാനുള്ള മൂല്യനിർണ്ണയ രീതിയാണ്, ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് നൽകുന്ന മൂല്യനിർണ്ണയമാണ് ഏത്, സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. അപ്പോൾ എന്താണ് ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്, ഓരോ യൂണിറ്റ് പാഠഭാഗവും പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയം. അതായത് ഫോർമേറ്റീവ് മൂല്യനിർണ്ണയത്തിൻ്റെ സംരചനാ മൂല്യനിർണ്ണയത്തിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്, ഈ ഒരു ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ പഠനം നടക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി പഠിക്കുന്നുണ്ടോ, കറക്റ്റാണോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യൂണിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തുന്നു. നേരത്തെ ആണ് പഠിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു യൂണിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഒരു യൂണിറ്റ് അവസാനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി. വിദ്യാർത്ഥിയുടെ മൊത്തത്തിലുള്ള പ്രകടനമാണ് ഇവിടെ വിലയിരുത്തുന്നത്. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്നു. ഓരോ അധ്യയനത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം. ഒരു അധ്യയന വർഷം, അതായത് ഒരു വർഷം ഒരു കോഴ്സ് അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ
ഒരു ടേം അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോഴ്സ് അവസാനിക്കുമ്പോഴോ ഒക്കെയാണ് എന്ത് നടത്തുന്നത്, ഈ ഒരു ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്. ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന രീതി ഏതാണ്? അത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ്. കാരണം എന്താണ്, അവസാനിക്കുമ്പോൾ, അതായത് ഒരു സെമസ്റ്റർ അവസാനിക്കുമ്പോഴൊക്കെയാണ് ഈ മൂല്യനിർണ്ണയം നടത്തുക. അപ്പോൾ ആ കുട്ടിയെ ഫോർ എക്സാമ്പിൾ 5ാം ക്ലാസ് പഠിക്കുന്ന പരീക്ഷ നടത്തുന്നു, എന്നിട്ട് പിന്നെ ആ കുട്ടിയുടെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും 6ാം ക്ലാസ്സിലേക്ക് കുട്ടി ജയിക്കുകയോ വേണ്ടയോ എന്നൊക്കെ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു വിലയിരുത്തൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വിലയിരുത്തി നടക്കുന്നു. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്, ഇടയ്ക്കിടയ്ക്ക്, അതായത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി. പക്ഷേ സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആദ്യ ഇവാലുവേഷൻ എന്താണ്, ഒരു കോഴ്സിൻ്റെ അവസാനമോ ഒരു സെമസ്റ്ററിൻ്റെ അവസാനമോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ അവസാനമോ ഒക്കെ കുട്ടി പഠിക്കുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എന്താണ് ഒരു വിലയിരുത്തൽ നടത്തുന്ന ഈ രീതി. ഇനി മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. പലതരത്തിലുള്ള മൂല്യനിർണ്ണയ ഉപകരണങ്ങളുണ്ടല്ലേ, ഇത് ഓരോന്നും എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ചെക്ക് ലിസ്റ്റ് ആണ്. കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താനുള്ള ഒരു ദ്വിമാന പട്ടിക. കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താനുള്ള ഒരു ദ്വിമാന പട്ടികയാണ് എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് റേറ്റിംഗ് സ്കെയിൽ. എന്താണ് റേറ്റിംഗ് സ്കെയില്? കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കുക. കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഉപാഖ്യാന രേഖ എന്താണ്? ഗ്ലാസ്സിനകത്തും പുറത്തും നടക്കുന്ന കുട്ടികളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, കുട്ടി പുറത്ത് എങ്ങനെയാണ്, ഒരു ഗ്ലാസ്സിനപ്പുറം അവന് സ്കൂൾ പരമായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുട്ടിയുടെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുന്നതാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. കുട്ടികളുടെ താല്പര്യങ്ങൾ, അഭിരുചികൾ, വ്യക്തിത്വ സവിശേഷതകൾ ഇവ നിർണ്ണയിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ താല്പര്യങ്ങൾ, അവൻ ഡാൻസിനാണോ പാട്ടിനാണോ അതോ എക്സ്ട്രാ കരിക്കുലർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ ഉള്ളത്, അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ സവിശേഷതകൾ നിർണ്ണയിക്കുന്നതാണ് ഏത് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇനി സഞ്ചിത ലേഖം. അതെന്താണ്? കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തുന്ന രേഖപ്പെടുത്തുന്നു. എന്താണ് അതെന്ന് പറയുന്നത്? കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് ഏത് സഞ്ചിത ലേഖം എന്ന് വിളിക്കുന്നത്. അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡിനെയാണ് സഞ്ചിത ലേഖം എന്ന് പറയുന്നത്. ഇനി ശോധകങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റുകളാണ്. അപ്പോൾ വാചിത ശോധകമുണ്ട്, നിർവഹണ ശോധകമുണ്ട്, ലിഖിത ശോധകമുണ്ട്. വാചിത ശോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ ടെസ്റ്റിനെയാണ് വാചിത ശോധകം എന്ന് വിളിക്കുന്നത്. ലിഖിത ശോധകം എന്താണ്? നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, എഴുതുന്ന ടെസ്റ്റാണ് ഏത് ലിഖിത ശോധകം. ഇനി നിർവഹണ ശോധകം എന്താണ്? പെർഫോമൻസ് ടെസ്റ്റിനെയാണ് നിർവഹണ ശോധകം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ശോധകം എന്ന് നമുക്ക് നോക്കാം. ഒരു ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്നും ഉദ്ദേശ പ്രതികരണം ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലി. ബോധക പ്രക്രിയ നടത്തുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് എന്ന് വിളിക്കുന്നത് ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം എന്ന് വിളിക്കുന്നത്. ഓറൽ ടെസ്റ്റ് എന്താണ്? പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധി. എന്തെന്ന് അവർ സംസാരിക്കുന്നു, അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അധ്യാപകൻ ചോദിക്കുന്നു, കുട്ടി അതിന് മറുപടി പറയുന്നു, കുട്ടി മറുപടി പറഞ്ഞുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ വീണ്ടും കുട്ടിയോട് ചോദിക്കുന്നു, കുട്ടി വീണ്ടും അതിന് മറുപടി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരൊരു ഓറലായിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? അവിടെ ഒരു ടെസ്റ്റ് നടക്കുന്നത്. വാചക ശോധകത്തിന്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ്. എന്താണ് ഈ ഒരു വാചക ശോധകത്തിന്റെ ഉദ്ദേശം? എന്താണ് വാചക ശോധത്തിന്റെ പ്രധാന ലക്ഷ്യം? ചിട്ടയോടും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ്. അതായത് ഒരു കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിൽ ആ ഒരു ചോദ്യം മനസ്സിലാക്കി വിദ്യാർത്ഥി അതിന് സ്പെസിഫൈ ആയിട്ട് ആ കറക്റ്റ് ആൻസർ ആ കുട്ടിക്ക് നല്ല സമർത്ഥമായിട്ട് സാമർത്ഥ്യത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ടോ? അതാണ് എന്ത് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഓറൽ ടെസ്റ്റിലൂടെ അധ്യാപകൻ നോക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് നിർവഹണ ശോധകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നിർവഹണ ശോധകം എന്ന് പറഞ്ഞാൽ? അത് പെർഫോമൻസ് ടെസ്റ്റ്. വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? നിർവഹണ ശോധകം അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ആണ്.
ഇനി വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതോടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതി ഏതാണ്? ലിഖിത ശോധകമാണ്. അപ്പോൾ വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം, അതായത് എഴുത്തിലൂടെ എന്താണ് ഉത്തരം നൽകുന്ന രീതിയാണ് ഏത്? ലിഖിത ശോധകം അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു നല്ല ശോധകത്തിൻ്റെ എന്താണ് ഗുണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് സാധുത, വിശ്വസ്തത, പ്രായോഗികം, വസ്തുനിഷ്ഠം, വിവേചന ശേഷി, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത. ഇത്രയുമാണ് എന്ത് ഒരു നല്ല ശോധകത്തിൻ്റെ ഗുണങ്ങൾ. ഇതാണ് സാധുത, വിശ്വസ്തത, പ്രായോഗികം, വസ്തുനിഷ്ഠത, വിവേചനശേഷി, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത. ഇത്രയുമാണ് ഒരു നല്ല രീതിയിലുള്ള ശോധകത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശോധകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള ശോധകമാണുള്ളത്. ഏതൊക്കെ? വാചിക ശോധകം, ഓറൽ ടെസ്റ്റ്, അധ്യാപകൻ ചോദ്യം ചോദിക്കുന്നു, വിദ്യാർത്ഥിന് മറുപടി പറയുന്നു, ആ ഒരു മറുപടിയിൽ നിന്ന് അധ്യാപകൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു, വിദ്യാർത്ഥിന് വീണ്ടും ഉത്തരം പറയുന്നു. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആ ഒരു ഓറലായിട്ട് തന്നെ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അതിലേക്ക് ആൻസർ പറഞ്ഞെത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് വാചിക ശോധകം എന്ന് വിളിക്കുന്നത്. ലിഖിത ശോധകം എന്താണ്? ചോദ്യത്തിന് ഉത്തരം കുട്ടി എന്ത് ചെയ്യുന്നു? എഴുതുന്നു, പേപ്പറിൽ എഴുതി, അല്ലെങ്കിൽ ഒരു പരീക്ഷ രീതിയിൽ എഴുത്ത് പരീക്ഷയിലൂടെ ആ ഉത്തരം കുട്ടി സോൾവ് ചെയ്യുന്ന രീതി. ഇനി നിർവഹണ ശോധകം എന്താണ്? വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ. അപ്പോൾ നിർവഹണ ശോധകം എന്തായിരുന്നു? വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിപ്പോയത്? വിവിധ തരം മൂല്യനിർണ്ണയമാണ് നോക്കിപ്പോയത്. അപ്പോൾ നമ്മൾ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് നോക്കിയിരുന്നു, മൂല്യനിർണ്ണയത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നോക്കി. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.